വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞയായ ശ്രീമതി മഞ്ജു തോമസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. മാഡം, വീട്ടുവളപ്പിലെ കൃഷി എല്ലാവരും അതിൽ താല്പര്യപ്പെടുന്നുണ്ട്. മിക്കവാറും ആൾക്കാരത് ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സുരക്ഷിതമായ പച്ചക്കറി എങ്ങനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. വീട്ടുവളപ്പിലെ സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അത് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ, അത് ടെറസ് ഗാർഡൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ കുറച്ച് സ്ഥലം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവിടെയാകാം, ചെടിച്ചട്ടികളിലാകാം. അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള വീടിന് ചുറ്റും, നമ്മുടെ ടെറസിലും മട്ടുപ്പാവിലും അതുപോലെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ലഭ്യമായിട്ടുള്ള സ്ഥലം വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ജൈവ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രീഷ്യസ് കിച്ചൺ ഗാർഡനെ കുറിച്ച് പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ഒരു ലേ ഔട്ട് നമ്മൾ ചെയ്യണം, ഒരു പ്ലാനിങ് ചെയ്യണം. ഇതൊക്കെ പച്ചക്കറി അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ നമുക്ക് നടാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ് ചെയ്താൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും അല്ലേ? കിച്ചൺ ഗാർഡൻ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചൊരു പ്ലാനിങ്ങോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഒക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം. മാത്രമല്ല നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലം കുറച്ച് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ പച്ചക്കറി കൃഷിക്കൊക്കെ പറയുമ്പോൾ നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലം വേണം. ഇപ്പോൾ നമ്മൾ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം അതുപോലെ സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങളായിരിക്കുകയില്ല. അപ്പം കുറച്ചൊരു പ്ലാനിങ്ങോട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം വേണ്ട വിളകൾ അങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് അല്പം തണൽ വീഴുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് കിഴങ്ങ് വർഗ്ഗ വിളകൾ കൃഷി ചെയ്യാം, ഇഞ്ചി, മഞ്ഞൾ പോലുള്ള വിളകൾ കൃഷി ചെയ്യാം. പിന്നെ വേലി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അല്പം പടർന്നു വളരുന്ന വിളകൾ കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് വൈവിധ്യമാർന്ന ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ച് പ്ലാനിങ്ങോടെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. ഇത് മണ്ണൊരുക്കം ഒരു പ്രധാന ഘടകമാണല്ലോ. ഇപ്പം നമ്മൾ വീട്ടുവളപ്പിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്കായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് സൂര്യപ്രകാശ ലഭ്യത, അതുപോലെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന സ്ഥലങ്ങൾ, നല്ല ഡ്രെയിനേജ് ഉള്ള സ്ഥലങ്ങൾ, യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. മണ്ണ് നന്നായിട്ട് കിളച്ചിളക്കണം. കിളച്ചിളക്കിയതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ടത് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിൻ്റെ അമ്ലത അല്ലെങ്കിൽ പുളിപ്പ് ക്രമീകരിക്കുന്നതിന് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കണം. അങ്ങനെ മണ്ണിൽ കുമ്മായം പ്രയോഗിച്ചതിന് ശേഷം നമ്മൾ വിത്ത് നടുന്ന സമയത്ത് അല്ലെങ്കിൽ തൈകൾ നടുന്ന സമയത്ത് അടിവളമായിട്ട് നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുത്തു തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ അതിൽ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ മണ്ണ്, അതോടൊപ്പം ചാണകപ്പൊടി, പിന്നെ മണൽ. പോട്ടിംഗ് മിശ്രിതത്തിൽ മണലിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിശ്രിതത്തിൽ നിന്ന് വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്നതിനാണ്, ഡ്രെയിനേജിന് വേണ്ടിയാണ്. മണല് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കയർപിറ്റ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൊക്കോപീറ്റ് ഇതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കരിയിലയുടെ അങ്ങനെയുള്ള ജൈവ വസ്തുക്കൾ, ഇപ്പൊ ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കമ്പോസ്റ്റ്, വീട്ടുവളപ്പിലൊക്കെ ആകുമ്പോൾ ജൈവ അവശിഷ്ടങ്ങളൊക്കെ അടിച്ചു വാരി അത് കത്തിച്ച് കളയാതെ അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ കൃഷിയിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. വിത്ത് തിരഞ്ഞെടുക്കുമ്പം എങ്ങനത്തെ വിത്തായിരിക്കണം അത്? ഇപ്പം ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ ആകുമ്പം ചെറിയൊരു സ്ഥലത്ത് ഒത്തിരി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ചിലർ പറയാറുണ്ട് നമുക്ക് നാടൻ വിത്ത് തന്നെയാണ് നല്ലതെന്ന്. ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ കിട്ടും. നമുക്ക് അധികം സ്ഥലം വീട്ടുവളപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ ടെറസ് ഗാർഡനിലൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം സ്ഥലം ഒന്നും ലഭ്യമല്ല. അപ്പം നമുക്ക് ഒരു 4-5 ചെടിച്ചട്ടികളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നല്ല ഇനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കാർഷിക കോളേജിൻ്റെ വൈഗ എന്ന് പറയുന്ന ഒരു ചീര ഇനം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടി കട്ട് വെറൈറ്റി,
സാധാരണ നമ്മൾ ഇപ്പം ചുമന്ന ചീരയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് ചെടികൾ പൂത്ത് അതിൻ്റെ നമുക്കപ്പോൾ അത്രയ്ക്ക് ഇത്ര വിളവേ അതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ വൈഗ പോലെയുള്ള ഇനം എന്ന് പറഞ്ഞാൽ ഇതൊരു മൾട്ടി കട്ട് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 4-5 പ്രാവശ്യം മുറിച്ച് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ചുമന്ന ഇനമാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടിൽ നിന്ന് പറയാം, നല്ല എന്താ പറയുക, നമുക്ക് വീട്ടുവളപ്പിൽ അതുപോലെ ഇപ്പോൾ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്ന കർഷകരോട് അത് മൾട്ടി കട്ട് വെറൈറ്റി മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ അത് അത്രത്തോളം പ്രായോഗികമാകത്തില്ല. പക്ഷേ വീട്ടുവളപ്പിലെ കൃഷിക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇനമാണ് വൈഗ. അതുപോലെ വെണ്ട നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ആനക്കൊമ്പൻ ഇനം അതാണ് മാർക്കറ്റ് പ്രിഫറൻസ് ഉണ്ട്, മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഈ മൊസൈക്ക് രോഗത്തിന് സസെപ്റ്റബിൾ ആണ്. പെട്ടെന്ന് മൊസൈക്ക് രോഗം കയറി പിടിക്കുക. അത് ഈവൻ സീഡിൽ ഫ്രൂട്ടിങ്ങിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൊസൈക്ക് രോഗബാധ ഉണ്ടാകാറുണ്ട്. ഞാൻ നടത്തിയ ഒരു കൃഷിയുടെ പരീക്ഷണത്തിൽ കണ്ടത്, നമ്മൾ ഫൂലെ വിമുക്ത എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള മഹാത്മാ ഫൂലെ കൃഷി വിദ്യാപീഠം എന്ന് പറയുന്ന കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഈ ഇനം ഞാൻ 2-3 വർഷം ഫീൽഡ് ട്രയൽ നടത്തി. അപ്പോൾ അവിടെ കണ്ടത് ഇത് വളരെ നല്ല രീതിയിൽ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ 4 വർഷം നടന്ന ഫീൽഡ് ട്രയലിൽ ഒരു ചെടിയിൽ പോലും മൊസൈക്ക് രോഗബാധ ഉണ്ടാകുന്നില്ല. ഫൂലെ വിമുക്ത എന്ന ഈ ഇനത്തിന്റെ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറാണ്, പിന്നെ നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിലെല്ലാം ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് നല്ല ഷെൽഫ് ലൈഫാണ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വരെ ഇത് നമുക്ക് റെഫ്രിജറേഷൻ പോലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിപ്പിക്കും. ചെടികൾ എങ്ങനെ ഒത്തിരി നീളം വെക്കുന്നതാണോ? അല്ല, ഒത്തിരി ആനക്കൊമ്പന്റെ കൂട്ട് ഒത്തിരി റോബസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല. അപ്പം ഒരു ന്യായമായിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പൻ വെണ്ടയുടെ സൈസ് ഇല്ല. ഇപ്പം നമുക്ക് തിരുവനന്തപുരംകാർക്ക് ആനക്കൊമ്പൻ എന്ന് പറയുന്നത് ഒരു ക്രേസ് ആണ്. പക്ഷെ ആ ഒരു വലുപ്പമൊന്നുമില്ല. എങ്കിൽ പോലും തെറ്റില്ലാത്ത വലുപ്പമുണ്ട്. നല്ല പച്ച നിറമാണ്, നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ പച്ചമുളകും മിക്കവാറും ആൾക്കാർ ചെയ്യാറുണ്ട്. പച്ചമുളക് നമ്മൾ ദൈനംദിന ആവശ്യത്തിന്, അത് ഒരു കിച്ചൺ ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിലൊക്കെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ക്രോപ്പാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും അധികം ബുദ്ധിമുട്ട് കുരുടിപ്പ്, എന്താ പറയുന്ന വെള്ളീച്ച, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ മുളകിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അവിടെയും ഞങ്ങൾ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷനിൽ കണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിന്റെ അർക്കാഖ്യാതി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം, ഇത് നല്ല രീതിയിൽ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അല്പസ്വല്പം ഇത് പ്രതിരോധമല്ല, ടോളറന്റ് ആണെന്ന് നമുക്ക് പറയാം. അവിടെ ഇവിടെയൊക്കെ 1-2 ചെടികളിൽ രോഗബാധ ഉണ്ടായാൽ തന്നെ ആ രോഗം ബാധിച്ച ശാഖകൾ അങ്ങ് നീക്കം ചെയ്ത് ജൈവ കീടനാശിനികൾ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കുന്നതിന് ജൈവ കീടനാശിനികൾ എന്തെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. നല്ല ഹൈ ഈൽഡിംഗ് ആണ്, ഹൈബ്രിഡ് ആണ് ഈ മുളക് ഇനം. അപ്പോൾ അത് നല്ല ഹൈ ഈൽഡിംഗ് ആണ്, നല്ല ഒരു മോഡറേറ്റ് പഞ്ചൻസി ഉണ്ട്, നല്ല സൈസ് ഉണ്ട്, നല്ല മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി. ഇനി വിപണനം ചെയ്യാനാണെങ്കിൽ മാർക്കറ്റിൽ നല്ല അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. ചെടി ഒരു 4-4.5 മാസം നിന്ന് നമുക്ക് നല്ല വിളവ് തരും. അപ്പോൾ ഇനിയും കിച്ചൺ ഗാർഡനിൽ നമ്മളൊരു 1-2 ചുവട് മുളകുണ്ടെങ്കിൽ, 2 എണ്ണം തന്നെ വേണ്ട, 1 ചുവട് മുളക് നന്നായിട്ട് കായ്ക്കുന്നതുണ്ടെങ്കിൽ, നന്നായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള മുളക് നമുക്കവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. വഴുതനയിൽ ഇതേമാതിരി ഇനങ്ങളുണ്ടോ? വഴുതനയിൽ വിൽറ്റ് റെസിസ്റ്റന്റ്, IHR ബാംഗ്ലൂരിന്റെ അർക്ക ആനന്ദ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ വിൽറ്റ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ കൃഷിയുടെ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ബാക്ടീരിയൽ വാട്ടം വരുന്നില്ല, പൂർണ്ണമായിട്ടും വിൽറ്റ് റെസിസ്റ്റന്റ് ആയിട്ടാണ് കണ്ടത്. അത് പറയുമ്പോൾ വള്ളിപ്പയറിന്റെ ഒരു ഇനം അർക്ക മംഗള, അത് ഹൈബ്രിഡ് അല്ല, അതും IHR ബാംഗ്ലൂരിന്റെ ഇനമാണ് അർക്ക മംഗള. അതും വളരെ നല്ല, നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നല്ല ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അത് ഞങ്ങൾ 2-3 വർഷം ഞാൻ ഫീൽഡ് ട്രയൽ നടത്തി, അതിനുശേഷം ഡെമോൺസ്ട്രേഷൻ ചെയ്തു. ഇപ്പം KVKയിൽ നിന്ന് അതിൻ്റെ വിത്ത് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. എനിക്ക് ഓരോ വർഷവും ധാരാളം ആൾക്കാർ KVKയിൽ വന്ന് ഈ അർക്കാമംഗള വിത്ത് തന്നെ ചോദിച്ചു വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ ഹോം സ്റ്റെഡിൽ കൃഷി ചെയ്യുന്ന കർഷകരും ധാരാളമായിട്ട് അർക്കാമംഗള യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ല രീതിയിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇനമാണ്. ഇപ്പം മേഡം പറഞ്ഞ മാതിരി ഈ അർക്കാഖ്യാതി അല്ലെങ്കിൽ ഫൂലെ വിമുക്ത, ഇതിൻ്റെയൊക്കെ വിത്ത് KVKയിൽ ലഭ്യമാണോ?
പൂലെ വിമുക്ത നമ്മൾ എല്ലാ വർഷവും KVKയിൽ ഇതിന്റെ ആ ഒരു സീസണിൽ നമ്മൾ അതിന്റെ വിത്ത് ലഭ്യമാക്കുന്നുണ്ട്. IHRന്റെ ഞാൻ പറഞ്ഞ അർക്കാക്യാദി, അർക്കാമംഗള തുടങ്ങിയ വിത്തുകൾ നമ്മൾ KVKയിൽ നിന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. KVK തന്നെ കർഷകർക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് IHRന് ഒരു സീഡ് പോർട്ടലുണ്ട്. അപ്പോൾ അത് ഓരോ കർഷകനും ഒരു ലോഗിൻ ID ഇട്ട് ആ IHR സീഡ് പോർട്ടലിൽ കയറി അതിനകത്ത് ഈ ഞാൻ പറഞ്ഞ ഇനങ്ങൾ മാത്രമല്ല അല്ലാതെ എല്ലാ ഇനങ്ങളുടെയും വിത്തുകൾ ഈ സീഡ് പോർട്ടലിൽ കർഷകർക്ക് ലഭ്യമാണ്. അവർക്കപ്പം ഏത് ഇനമാണ്, ഇപ്പം തക്കാളി വേണം എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോയുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 3-4 വെറൈറ്റി വരും. അപ്പോൾ അതിനകത്ത് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നോട്ട് സ്യൂട്ടബിൾ ഫോർ കേരള എന്നൊക്കെ പറഞ്ഞു ചില ഇനങ്ങൾക്ക് കാണുന്നുണ്ട്, സ്യൂട്ടബിൾ ഫോർ യുവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ക്ലിക്ക് ചെയ്ത് അത് വലിയ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ 10 ഗ്രാം 5 ഗ്രാം ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ 1 ഗ്രാം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 30 രൂപയുടെയും 40 രൂപയുടെയും ഒക്കെ പാക്കറ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ലോഗിൻ ID ഇട്ട് കയറി ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കാർട്ടിലിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസത്തിനകം ഇത് തപാൽ മാർഗം നമ്മുടെ കയ്യിലെത്തും. അപ്പം ഇതിന് ഈ IHRന്റെ സീഡ്സ് ഒക്കെ വാങ്ങുന്നതിന് KVK പോലും ആശ്രയിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. കർഷകർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. എങ്കിൽ പോലും KVKയിൽ നിന്ന് ഈ വിത്തുകളെല്ലാം തന്നെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ഈ കാര്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മൾ ഈ ഓൺലൈനായിട്ട് ഇഷ്ടമാതിരി സീഡ്സ് അവൈലബിൾ ഉണ്ട്. അപ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ അല്ലയോ ഇതൊന്നും നോക്കാതെ തന്നെ ആൾക്കാർ ഇത് വാങ്ങിക്കാറുമുണ്ട്. ഇപ്പോൾ IHRന്റെ മേഡം പറഞ്ഞത് നോട്ട് സ്യൂറ്റബിൾ ഫോർ യുവർ ലൊക്കേഷൻ, ഇവിടുത്തേന് വേണ്ടി കൊള്ളത്തില്ല, കേരളത്തിന് വേണ്ടി അനുയോജ്യമാണ്, അത് ആ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പം വിത്തൊക്കെ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം. അത് എല്ലാ വിത്തും നമ്മൾ വാങ്ങുന്നത് നമ്മുടെ സ്റ്റേറ്റിന് അനുയോജ്യമായിട്ടുള്ളതില്ല. അപ്പം അങ്ങനെ പുറത്തു ഓൺലൈനായിട്ടൊക്കെ സീഡ്സ് പർച്ചേസ് ചെയ്യുന്നവർ ചെറിയ ക്വാണ്ടിറ്റി വല്ലതും വാങ്ങി ആദ്യം ഒന്ന് ട്രയൽ നടത്തി അത് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം എന്താ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ വലിയ ക്വാണ്ടിറ്റിയിലേക്കൊക്കെ പോവുക. കാരണം എല്ലാ സീഡ്സും ഈ ഓൺലൈനായിട്ട് അവൈലബിൾ ആകുന്ന എല്ലാ സീഡ്സും നമ്മുടെ സാഹചര്യത്തിന് അനുയോജ്യമാകണമെന്നില്ല. പിന്നെ ഇതിൻ്റെ നമ്മൾ ഒരു വർഷം നട്ട് കഴിഞ്ഞാൽ വളപ്രയോഗമൊക്കെ എങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ കിച്ചൺ ഗാർഡനെ കുറിച്ച് അല്ലെങ്കിൽ ടെറസ് ഗാർഡനെ കുറിച്ചൊക്കെ ആണല്ലോ പറയുന്നത്. ഇപ്പം ടെറസ് ഗാർഡനിലൊക്കെ ചെയ്യുമ്പോൾ കർഷകർ പൂർണ്ണമായിട്ടും രാസവളങ്ങൾ ഒഴിവാക്കണം. കാരണം നമ്മൾ ടെറസ് ഗാർഡനിലൊക്കെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ രാസവളങ്ങൾ ഇട്ടതിന് ശേഷം നനയ്ക്കുമ്പോൾ ഈ കെമിക്കൽസ് നമ്മുടെ കോൺക്രീറ്റിലേക്ക് നമ്മുടെ റൂഫിലേക്ക് ലീച്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ കോൺക്രീറ്റിന് കേടുപാടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പൊതുവേ നമ്മൾ പറയുമ്പോൾ വീട്ടുവളപ്പിലെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചാണകപ്പൊടി ഉപയോഗിക്കാം, കമ്പോസ്റ്റ് ഉപയോഗിക്കാം, വിറകടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം ഉപയോഗിക്കാം. ചാരം പൊട്ടാഷിൻ്റെ ഒരു സ്രോതസ്സാണ്. പിന്നെ വിവിധ തരം പിണ്ണാക്കുകൾ ഉപയോഗിക്കാം, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, അങ്ങനെയുള്ള പിണ്ണാക്കുകൾ ഉപയോഗിക്കാം. ഇനി ഇതല്ലാതെ പച്ചച്ചാണകം വേണമെങ്കിൽ നേർപ്പിച്ച് കലക്കി ചെടികളുടെ ചുവട്ടിലൊഴിക്കാം. നല്ല ഒന്നാന്തരം ഒരു വളമാണ്. മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ചാണകവും പിണ്ണാക്കുകളും കൂടെ പുളിപ്പിച്ച് വെച്ചതിന് ശേഷം കലക്കി വെച്ച് പുളിപ്പിക്കുക. ചാണകവും കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് ഇത് കലക്കി വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ആ മിശ്രിതം നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിപ്പം ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് അങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഈ രീതിയിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ പല രീതിയിലുള്ള ജൈവ വളപ്രയോഗങ്ങൾ തന്നെ മാറിയും മറിഞ്ഞും ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ മിച്ചം വരുന്ന അവശിഷ്ടങ്ങൾ അതെ അങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന വലിയൊരു ബർഡൻ ആകാതെ തന്നെ നമുക്ക് ഈ വളപ്രയോഗം ക്രമീകരിക്കാൻ പറ്റുന്നതാണ്. കീടങ്ങളും രോഗങ്ങളുമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. നമ്മൾ എവിടെ കൃഷി ചെയ്താലും 2 ഗ്രോ ബാഗ് ആണെങ്കിലും അവിടെയും ഈ 2 കാര്യം വരാറുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇപ്പോൾ കീട നിയന്ത്രണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുവളപ്പിലെ കൃഷി അല്ലെങ്കിൽ ടെറസിലെ കൃഷി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ചെടികളേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് നമ്മുടെ കൃഷിയിടം മോണിറ്റർ ചെയ്യുക. കീടരോഗബാധയേറ്റ സസ്യഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം കീടനിയന്ത്രണത്തിൻ്റെ. ഇപ്പം പലപ്പോഴും ഇലകളിൽ പ്രാണികൾ കൂടിയിരിക്കുന്നത് കാണാം. ഇലകളുടെ അടിഭാഗത്ത് നോക്കിയാൽ കീടങ്ങളുടെ മുട്ടക്കൂട്ടങ്ങൾ കാണാം. അപ്പം നമ്മൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു കവർ എടുത്തിട്ട് ഈ ഇങ്ങനെയുള്ള കീടബാധയേറ്റ സസ്യഭാഗങ്ങൾ മുറിച്ച് ഇതിനകത്തിട്ട് നശിപ്പിച്ച് കളയും. അവിടെ തന്നെ ഇടരുത്. അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ധാരാളം കീടങ്ങൾ വീണ്ടും നമ്മുടെ കൃഷിയിലേക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക്
ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യാം. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയാണെങ്കിൽ നമുക്ക് ധാരാളം ജൈവ കീടനാശിനികൾ ലഭ്യമാണ്. മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനി നന്മ കിട്ടുന്നുണ്ട്, ശ്രേയ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു 7 മുതൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്നുള്ള തോതിൽ നേർപ്പിച്ച് വൈകുന്നേരങ്ങളിൽ അല്ലെ അതിരാവിലെ വെയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന ചെറു പ്രാണികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മഞ്ഞക്കെണി, നീലക്കെണി അങ്ങനെയുള്ള മെക്കാനിക്കൽ ട്രാപ്പുകൾ ഉപയോഗിക്കാം. അതും നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഗോമൂത്രത്തിനകത്ത് അല്പം കാന്താരിമുളക് അരച്ച് ചേർത്ത് അതൊരു 6-7 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് സ്പ്രേ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും ചെടികൾക്ക് അത്യാവശ്യം നല്ലൊരു വളപ്രയോഗമാണ്. അതോടൊപ്പം തന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന ഇങ്ങനെയുള്ള ചെറു പ്രാണികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബയോ കൺട്രോൾ ഏജൻസിനെ ഉപയോഗിക്കാം. മെറ്റാറൈസിയം, ബ്യുവേറിയ, ലെക്കാനിസീരിയം അങ്ങനെയുള്ള മിത്ര കുമിളുകളെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന കീടനിയന്ത്രണത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട്, അതും ഈ ആദ്യ സമയത്ത് തന്നെ ഇതൊന്നും വളരെ രൂക്ഷമാകുന്നതിന് മുമ്പ് കീടബാധയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ച് നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട്. സൂഡോമോണാസും ട്രൈക്കോഡെർമയൊക്കെ എല്ലാ കർഷകരും ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. അത് രോഗനിയന്ത്രണത്തിലേക്ക് വരുമ്പോഴും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും അതുപോലെ മണ്ണിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ട്രൈക്കോഡെർമ അത് കർഷകർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ അടിവളമായിട്ട് കൊടുത്ത് തന്നെ കൃഷി ആരംഭിക്കുക. അപ്പോൾ ഇതൊരു പ്രൊഫൈലാക്റ്റിക് മാനേജ്മെൻ്റ് ആണ്. ഒരു എന്താ പറയുക, രോഗം വരാതെ ചെടികളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല ഒരു ഉപാധിയാണ് ട്രൈക്കോഡെർമ ചാണകപ്പൊടിയിൽ സമ്പുഷ്ടീകരിച്ച് അടിവളമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്നുള്ള തോതിൽ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന രീതികളാണ്. ഇപ്പം ഒത്തിരി കർഷക കൂട്ടായ്മകളുണ്ട്. അവർ തമ്മിൽ തന്നെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ നിരവധി ആൾക്കാർ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ വീട്ടുവളപ്പിലും ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം അറിയാത്ത ആൾക്കാർ, അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടിയൊക്കെ KVK മിത്രനികേതനിൽ നിങ്ങൾ നടത്താറുണ്ടോ? KVKയിൽ ചെറിയ രീതിയിൽ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ടെറസ് ഗാർഡനും കിച്ചൺ ഗാർഡൻ അങ്ങനെയുള്ള ചെറിയ കൃഷിയിലേക്ക് വരുന്നവർക്കുള്ള പരിശീലനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഫോണിൽ വിളിച്ച് KVKയിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. അപ്പം നമ്മളൊരു 25 മുതൽ 30 പേരുടെ ഒരു ഗ്രൂപ്പിൻ്റെ രജിസ്ട്രേഷനായി കഴിയുമ്പോൾ KVKയിൽ നിന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിച്ച് നമ്മൾ ട്രെയിനിങ് നടത്തി കൊടുക്കും. ഇനി അതല്ല, ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നിങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് KVKയിൽ സൗജന്യമായിട്ട് തന്നെ ഈ ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തി തരും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഗാർഡൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, സാങ്കേതികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് KVK എപ്പോഴും സന്നദ്ധമായിട്ട് കൂടെയുണ്ട്. മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വീട്ടുവളപ്പിലെ കൃഷിയെക്കുറിച്ച് നമ്മൾ ഇത്ര നല്ലൊരു ചർച്ച ചെയ്ത് ഇത് കർഷകർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഉപയോഗമാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.